ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കീവേഡ് റിസർച്ചിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് വെബ്സൈറ്റ് അനാലിസിസ്, അതേപോലെ കോമ്പറ്റീറ്റർ അനാലിസിസ് എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ഒരു വെബ്സൈറ്റിനെ നമ്മൾ എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുക എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് കീവേഡ് റിസർച്ച്, അതേപോലെ നമ്മൾ എങ്ങനെയാണ് കീവേഡ് റിസർച്ച് ചെയ്യുക, നമ്മുടെ ഒരു വെബ്സൈറ്റിനെ SEO ചെയ്യുമ്പോൾ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കീവേഡ്സ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കീവേഡ് റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണ് കീവേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതിനുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ എല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു ഇമേജ് വെച്ചായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ ഗൂഗിളിൻ്റെ ടോപ്പ് റിസൾട്ടിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് യൂസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിളിൻ്റെ ടോപ്പ് റിസൾട്ടിലേക്ക് വരിക. ഇങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിളിൻ്റെ ടോപ്പ് റിസൾട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതായത് നമ്മുടെ വെബ്സൈറ്റിനെ നമ്മുടെ ബിസിനസ് എന്താണ്, നമ്മുടെ ബിസിനസ് ഡൊമൈൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, നമ്മുടെ സർവീസിനെ കുറിച്ച് നമ്മൾ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം, നമ്മുടെ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യുന്നതിൻ്റെ ആവശ്യകത. കാരണം എപ്പോഴും കീവേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ ബാക്ക് ബോൺ ആണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായി തോന്നിയ മെത്തേഡ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള മെത്തേഡ്സും ഓൺലൈൻ ടൂൾസ് യൂസ് ചെയ്തിട്ടും മാനുവലി ഒക്കെ നമുക്ക് കീവേഡ് റിസർച്ച് ചെയ്യാം. നമ്മൾ കീവേഡ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് കിട്ടിയ വെബ്സൈറ്റ്, നമ്മുടെ ക്ലയൻറ്റ് വെബ്സൈറ്റ്, നമുക്ക് ആ ബിസിനസ് ഡൊമൈനെ കുറിച്ച് എന്തെങ്കിലും അറിയോ, അല്ലെങ്കിൽ എന്താണ് ഈ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവരുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണ്, അതേപോലെ അവരുടെ ടാർഗറ്റ് ലൊക്കേഷൻ ഏതാണ്, അതേപോലെ ടാർഗറ്റ് പ്രൊഡക്ട്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാകണം. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ക്ലയൻറ്റ് വെബ്സൈറ്റ് നല്ലപോലെ സ്റ്റഡി ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് അവരുടെ പ്രൊഡക്ട്സ് എന്താണ്, അതേപോലെ അവരുടെ സർവീസ് എന്താണ്, അവർ ഏത് ലൊക്കേഷനിലാണ് ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടാവും. ഇത് കൂടാതെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് വെബ്സൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുണ്ടാവില്ല. ഇപ്പോൾ ഡെൻ്റൽ ക്ലിനിക്ക് പോലത്തെ വെബ്സൈറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ സർവീസിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊരു എക്സ്ട്രാ റിസർച്ചിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് സെർച്ച് ചെയ്യുക, അതിൻ്റെ ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ എന്തൊക്കെ കണ്ടന്റ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് എന്താണ്, സർവീസ് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ ബിസിനസ് ഡൊമൈൻ എന്താണ്, ആ ബിസിനസ് ഡൊമൈൻ നമുക്ക് തീരെ പരിചയമില്ലാത്ത ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ഒരു ബിസിനസ് വെബ്സൈറ്റിൽ നമുക്ക് കിട്ടാവുന്നത്രയും നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനെയുള്ള കീവേഡ്സും അതേപോലെ ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നമ്മളൊരു എക്സൽ ഷീറ്റിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് അല്ലാതെ നമുക്ക് വേറെ ഏതൊക്കെ റിസോഴ്സസ് നിന്നാണ് നമുക്ക് ഇതിൻ്റെ കീവേഡ് ഐഡിയാസ് കിട്ടുക, ഏതൊക്കെ റിസോഴ്സസ് നമ്മളിങ്ങനെ ഒന്ന് നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, ഏതൊക്കെ റിസോഴ്സസിൽ നമ്മൾ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കീവേഡ്സ് കിട്ടുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗൂഗിൾ സജസ്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ ഗൂഗിൾ നമുക്ക് കുറച്ച് കീവേഡ്സ് അതിൻ്റെ താഴെ സജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെയുള്ള കീവേഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സൽ ഷീറ്റിലേക്ക് കോപ്പി ചെയ്ത് വെക്കുക. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഗൂഗിളിൻ്റെ തന്നെ താഴെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ടൈമിൽ താഴെ നമുക്ക് റിലേറ്റഡ് സെർച്ചസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ടേമിന് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസിനാണ് അവർ ഗൂഗിൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആ കീവേഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഗൂഗിൾ സജസ്റ്റും അതേപോലെ റിലേറ്റഡ് സെർച്ചസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് കീവേഡ്സിനെ കളക്ട് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതായത് ഞാൻ സ്ക്രീൻ വഴി ശരിക്കും കാണിച്ചു തരും. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പോയിന്റ്സ് ആയി പറഞ്ഞു തരാണ്. നമ്മൾ ഫസ്റ്റ് ഗൂഗിൾ സജസ്റ്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത്
റിലേറ്റഡ് സെർച്ചസ്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്. നമ്മൾ കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കീവേഡ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് കുറച്ച് കീവേഡ് ഐഡിയാസ് കിട്ടും. നമ്മൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്യല്ല, നമുക്ക് അവരുടെ കീവേഡ്സ് വെച്ച് നമുക്കൊരു ഐഡിയ, അതായത് നമ്മുടെ ബിസിനസ് ഡൊമൈനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ ആ കീവേഡ്സ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കോപ്പി ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ എക്സൽ ഷീറ്റിൽ നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഗൂഗിൾ സജസ്റ്റും റിലേറ്റഡ് സെർച്ചസും കഴിഞ്ഞു. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ വിക്കിപീഡിയയിൽ നമുക്ക് ഏതൊരു ബിസിനസ് ഡൊമൈൻ ആയിക്കഴിഞ്ഞാലും നമ്മൾ വിക്കിപീഡിയൻ്റെ പേജസിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയാണ്, അതായത് ഈ ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഒക്കെ നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഒരുപാട് കീവേഡ്സ് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ കിട്ടുന്ന കീവേഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സൽ ഷീറ്റിൽ കോപ്പി ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ പറഞ്ഞ റിസോഴ്സസ് അല്ലാതെ നമുക്ക് ഡിഫറെൻറ്റ് ഓൺലൈൻ ടൂൾസ്, അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു കീവേഡ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് കീവേഡ് ഐഡിയാസ് തരുന്ന ഓൺലൈൻ ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഊബർ സജസ്റ്റ് എന്ന് പറയുന്നത് അതിലൊരു എക്സാമ്പിളാണ്. SEM റഷ് എന്ന് പറയുന്നത് വേറൊരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ keywordtool.io, ഇതും അല്ലാതെ നമ്മുടെ ഗൂഗിളിൻ്റെ തന്നെ കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന ഒരു ടൂളും അവൈലബിൾ ആണ്. ഇതും അല്ലാതെ ഒരുപാട് എന്താ പറയുക ഹൺഡ്രഡ്സ് ഓഫ് കീവേഡ് റിസർച്ച് ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് മാത്രമേ ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് കീവേഡ്സിനെ നമ്മൾ കളക്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമ്മളൊരു ബിഗിനർ ലെവലിൽ എങ്ങനെയാണ് നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായി നിങ്ങൾക്ക് സ്ക്രീൻ വഴി തന്നെ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമുക്കൊരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കീവേഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ക്ലയൻറ്റ് വെബ്സൈറ്റാണ്, artisticmodels.com എന്ന് പറയുന്നത്. ഇവരൊരു മോഡൽ മേക്കിംഗ് കമ്പനിയാണ്. അതായത് നമ്മൾ ഏത് സ്ട്രക്ചറൽ ഫോമിൻ്റെയും റിയൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ മിനിയേച്ചർ മോഡൽ മേക്ക് ചെയ്തു തരും. അതാണ് ഇവരുടെ സർവീസ് എന്ന് പറയുന്നത്. അത് പല കാറ്റഗറി ഓഫ് മോഡൽ മേക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന് വേണ്ടിയാണ് നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ കീവേഡ്സ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഗൂഗിൾ സജസ്റ്റ് ആണ്. ഇപ്പം ഞാൻ മോഡൽ മേക്കിംഗ് എനിക്ക് ജസ്റ്റ് അറിയാവുന്നത്, ഈ ഒരു ക്ലയൻറ്റ് വെബ്സൈറ്റിനെ കുറിച്ച് ജസ്റ്റ് എനിക്ക് അറിയാവുന്നത് മോഡൽ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കീവേഡ് മാത്രമാണെന്ന് കരുതുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സെർച്ച് ചെയ്യുക, ഞാൻ മോഡൽ മേക്കിംഗ് ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. നമുക്ക് ഗൂഗിൾ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് മോഡൽ മേക്കിംഗ് ഇൻ UAE, മോഡൽ മേക്കിംഗ് കമ്പനി ഇൻ UAE. അതേപോലെ ഇതൊന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു 2 കീവേഡ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക്, നേരത്തെ പറഞ്ഞ എക്സൽ ഷീറ്റിലേക്ക് നമുക്ക് കോപ്പി ചെയ്ത് വെക്കാം. ഇപ്പോൾ മോഡൽ മേക്കിംഗ് ഇൻ UAE, ദെൻ മോഡൽ മേക്കിംഗ് കമ്പനി ഇൻ UAE. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 2 കീവേഡും നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് വെച്ചു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ മോഡൽ മേക്കിംഗ് ഇൻ UAE എന്ന് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിളിൻ്റെ ടോപ്പ് റാങ്കിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി SEO ചെയ്ത വെബ്സൈറ്റാണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കാണിച്ചു തരുന്നത്, നമ്മുടെ വെബ്സൈറ്റ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ അതിൻ്റെ റിലേറ്റഡ് സെർച്ചസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൂഗിളിൽ നമ്മുടെ സർവീസ് കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് സെർച്ചസ്, അതായത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത കീവേഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ കീവേഡ്സ് നമുക്ക് കുറച്ച് കീവേഡ് ഐഡിയാസ് കിട്ടും. ഇപ്പോൾ മോഡൽ മേക്കിംഗ് ദുബായ്, അതേപോലെ ആർക്കിടെക്ചറൽ മോഡൽ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. മോഡൽ മേക്കിംഗ് കമ്പനീസ് എന്ന് പറയുന്നത് വേറൊരു കീവേഡാണ്. അപ്പോൾ നമുക്ക് ഈ കീവേഡ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് കോപ്പി ചെയ്ത് വെക്കാം. അപ്പോൾ മോഡൽ മേക്കിംഗ് സംഭവം നമ്മൾ SEO ചെയ്യുമ്പോൾ നല്ല രസമാണ്. കാരണം നമ്മൾ അറിയാത്ത പല ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും, ഒരുപാട് ഐഡിയാസ് കിട്ടും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ SEO ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളിവിടെ റിലേറ്റഡ് സെർച്ചസ് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുകയാണ്. പിന്നെ ആർക്കിടെക്ചറൽ
മോഡൽ മേക്കിംഗ്. പിന്നെ നെക്സ്റ്റ് പിന്നെന്താ മോഡൽ മേക്കിംഗ് ദുബായ്. ഓക്കെ, എന്നാൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാണ്. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ഞാനിപ്പോൾ കീവേഡ് റിസർച്ച് ചെയ്യാൻ പോകുന്നില്ല, കാരണം അത് അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഓപ്ഷന് നമുക്ക് വേണ്ടുന്ന കീവേഡ്സ് നമ്മൾ അവരുടെ സർവീസിനനുസരിച്ചുള്ള കീവേഡ്സ് ആയിരിക്കണം നമ്മളിത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ കോപ്പി ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം എനിക്ക് ബ്ലാങ്ക് ആണ്, അതായത് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് എനിക്ക് വേറെ ഒന്നും അറിയില്ല. ആ ഒരു എന്താ പറയുക സ്റ്റേജിലാണ് നമ്മളിങ്ങനെ കീവേഡ് റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിക്കിപീഡിയ ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തേർഡ് എന്ന് പറയുന്നത് വിക്കിപീഡിയ ആണ്. നമുക്ക് ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിക്കിപീഡിയ സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ വിക്കിപീഡിയ പോകുന്നു. വിക്കിപീഡിയ പോയിട്ട് നമ്മുടെ കീവേഡ് ഏതാണ്? മോഡൽ മേക്കിംഗ് അല്ലേ. അപ്പം നമ്മൾ മോഡൽ മേക്കിംഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പേജ് കിട്ടുകയാണ്. ആ പേജിൽ സ്കെയിൽ മോഡൽ എന്ന് പറയുന്നത് മോഡൽ മേക്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡാണ്. സോ ഞാൻ സ്കെയിൽ മോഡൽ എന്ന് പറയുന്ന ഒരു കീവേഡ് ഞാൻ ഇതിൽ എന്ത് ചെയ്യാണ്, സ്കെയിൽ മോഡൽ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാണ്. അതല്ലാതെ നമുക്ക് എന്തൊക്കെ ഐഡിയാസ് ഇതിൽ നിന്ന് കിട്ടും അതൊക്കെ നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ കീവേഡ് ഐഡിയാസ് കിട്ടുമ്പോൾ നമ്മൾ അതൊക്കെ ഇതിൽ കോപ്പി ചെയ്ത് വെക്കുക. നമ്മളിത് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് ടൈപ്സ് പറയുന്നുണ്ട്. സ്കെയിൽ മോഡൽസ് യൂസ് ടു ബൈ മെനി ഫീൽഡ്സ് ഫോർ മെനി ഡിഫറെൻറ്റ് പർപ്പസസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്കെയിൽ മോഡൽസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ള കാര്യം ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് എന്തൊക്കെയാണോ ഇൻഫർമേഷൻ കിട്ടുന്നത്, കീവേഡ് അങ്ങനെ തന്നെ കിട്ടില്ല, നമുക്ക് ഐഡിയാസ് കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ വെബ്സൈറ്റ് അവിടെ സർവീസുമായിട്ട് ഇത് റിലേറ്റഡ് ആണെങ്കിൽ നമ്മളിത് കോപ്പി ചെയ്യുക. ഇപ്പം നമുക്ക് വെഹിക്കിൾ മോഡൽ മേക്കിംഗ് എന്ന് പറയാം, അതേപോലെ റോബോട്ട് മോഡൽ മേക്കിംഗ്, പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ബിൽഡിങ്സിൻ്റെ മോഡൽ മേക്കിംഗ്, സ്ട്രക്ചറൽ മോഡൽ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കീവേഡ് ഐഡിയാസ് കിട്ടും. പിന്നെ നമ്മൾ മോഡൽ മേക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ മേക്കിംഗ് ആണ് അല്ലേ. അതായത് നമ്മളൊരു വലിയൊരു സംഭവത്തിൻ്റെ നമ്മൾ ചെറിയൊരു വേർഷനാണ് നമ്മൾ മോഡൽ മേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മിനിയേച്ചർ മോഡൽ മേക്കിംഗ് എന്നും കൂടി നമുക്ക് പറയാം. അപ്പോൾ ഇതിന്ന് നമുക്ക് കിട്ടുന്ന ഐഡിയാസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സൽ ഷീറ്റിലേക്ക് ബാക്കിയുള്ള കീവേഡ്സ് കൂടി നമ്മൾ കീവേഡ് ഐഡിയാസ് നമ്മളിതിൽ കോപ്പി ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കിട്ടുന്നത് നമുക്ക് ഡിഫറെൻറ്റ് ഓൺലൈൻ ടൂൾസ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഊബർ സജസ്റ്റ്, പിന്നെ ubersuggest.com. നെക്സ്റ്റ് എന്ന് പറയുന്നത് semrush.com. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ പറയുക, ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് പറയാണ്. ആഡ്വേർഡ്സ് കീവേഡ് പ്ലാനർ. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതത്ര യൂസ്ഫുൾ ആവണമെന്നില്ല, കാരണം ഇതൊരു ബേസിക് ലെവലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബിഗിനേഴ്സിനാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ എന്തായാലും ഇത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഡീറ്റെയിൽഡ് ആയി ഞാൻ കീവേഡ് റിസർച്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് ഓരോ ടൂളും ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനറിലേക്ക് പോയിട്ടുണ്ട്, അത് ലോഡ് ആവട്ടെ. അപ്പോൾ നമുക്ക് ഊബർ സജസ്റ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഊബർ സജസ്റ്റിൽ എൻ്റർ എ ഡൊമൈൻ ഓർ എ കീവേഡ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പം മോഡൽ മേക്കിംഗ് ആണ് നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മോഡൽ മേക്കിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് UAE ബേസ്ഡ് ആണ്. അപ്പോൾ UAE കൊടുക്കുകയാണ്, സെർച്ച് ചെയ്യുകയാണ്. അപ്പം നമുക്ക് കുറച്ച് കീവേഡ് ഐഡിയാസ് അവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് ലോഡാവട്ടെ. നമുക്ക് ജസ്റ്റ് SEMrushലേക്ക് പോവാം. അതിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത് കീവേഡ് മോഡൽ മേക്കിംഗ് ആണ്, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ലോഡിങ് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കീവേഡ് ഐഡിയാസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കീവേഡ്സ് കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. പിന്നെ മോഡൽ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കോമൺ സർവീസ് അല്ല, സോ അതിൻ്റെ സെർച്ച് വോളിയം കുറവായിരിക്കും. പിന്നെ ആൾക്കാർ ബിസിനസ് ടു ബിസിനസ് സർവീസ് ആണല്ലോ, അതായത് ഇത് ബിസിനസ്സുകളാണ് കൂടുതൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് അതിൻ്റെ ഒരുപാട് എന്താ പറയുക സെർച്ച് വരുന്ന ഒരു കീവേഡ് അല്ല.
അപ്പോൾ അതായത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ യൂസേഴ്സും സെർച്ച് ചെയ്യുന്ന ഒരു കീവേഡ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിന്ന് കിട്ടുന്ന കീവേഡ് ഐഡിയാസ്, അതായത് നമ്മൾ ഊബർ സജസ്റ്റും നമുക്ക് കീവേഡ് ഐഡിയാസ് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതും കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എക്സലിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക, കോപ്പി ചെയ്ത് വെക്കുക. അതായത് നമുക്ക് നമ്മുടെ ക്ലയൻറ്റ് വെബ്സൈറ്റ് ഏതാണോ ആ വെബ്സൈറ്റ് ആ ക്ലയൻറ്റ് വെബ്സൈറ്റിനനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ ടൂൾസൊക്കെ ഉപയോഗിച്ച് നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യുക. നമ്മൾ ഈ മോഡൽ മേക്കിംഗ് മാത്രമല്ല, നമുക്കിപ്പോൾ മിനിയേച്ചർ മോഡൽ, സ്കെയിൽ മോഡൽ എന്നൊക്കെ പറഞ്ഞ് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് മാറ്റി ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ഇവിടെ ഈ ഒരു പോർഷൻ ഈ ഒരു സെക്ഷനിൽ കിട്ടും. അപ്പോൾ നമുക്ക് ആ കീവേഡ്സ് കൂടി നമ്മുടെ കീവേഡ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് കീവേഡ് പ്ലാനറാണ്. അപ്പോൾ കീവേഡ് പ്ലാനറിൽ നമ്മൾ ഇതേപോലെ തന്നെ കീവേഡ്സ് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ മോഡൽ മേക്കിംഗ് ഇൻ UAE, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കീവേഡ് ഐഡിയാസ് കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് കീവേഡ് റിസർച്ച്, അതായത് നമുക്കൊരു പെർട്ടിക്കുലർ വെബ്സൈറ്റ് SEO ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കീവേഡ്സ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് നമ്മൾ ആദ്യം ചെയ്തത് ഗൂഗിൾ സജഷൻസ് ആണ്. ഈ ഒരു ലിസ്റ്റിനാണ് ഗൂഗിൾ സജഷൻസ് എന്ന് പറയാം. ഈ ഒരു താഴെയുള്ള ഒരു സെക്ഷനാണ് നമ്മൾ റിലേറ്റഡ് സെർച്ചസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പറയാം. നെക്സ്റ്റ് വിക്കിപീഡിയ ആണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് അതർ ദാൻ ദിസ് നമ്മൾ ഈ ഓൺലൈൻ ടൂൾസാണ് പറഞ്ഞത്. ഊബർ സജസ്റ്റ് പറഞ്ഞു, SEM റഷ് പറഞ്ഞു, അതേപോലെ ആഡ്വേഴ്സിൻ്റെ കീവേഡ് പ്ലാനർ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കീവേഡ്സിനെ ഏതൊരു മെട്രിക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കീവേഡ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കീവേഡ് റിസർച്ച് ചെയ്യുന്നത്, അതായത് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സിലൂടെ എങ്ങനെയാണ് കീവേഡ് റിസർച്ച് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കീവേഡ് ഐഡിയ വെച്ച് നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യും. നമുക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് നമ്മൾ റിസർച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഒരുപാട് കീവേഡ്സൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ നമുക്ക് ഈ കീവേഡ് റിസർച്ചിൽ നമ്മൾ ചെയ്ത ഈ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്ത് കീവേഡ്സിന് നമ്മൾ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്ലയൻറ്റ് വെബ്സൈറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഈ ഒരു ലിസ്റ്റ് തന്നെ നമ്മളെങ്ങനെയാണ് അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫൈനൽ കീവേഡ്സിനെ നമ്മളെങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയുക, കീവേഡ് റിസർച്ച് എങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ബിഗിനർ ലെവലിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു വെബ്സൈറ്റിന് കീവേഡ്സ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇതിന് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു കീവേഡ് ലിസ്റ്റിന് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കീവേഡ്സ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് ജസ്ന റസിക്. ബൈ.